ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മോക്ഷാബ്ധിസാരമയ ഭാഗവതാഖ്യദധ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗഖപരിതപ്തജനായ യോദാത് നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമന്നാരായണീയം ദശകം 62 ഗോവർദ്ധന പൂജ. കദാചിത് ഗോപാലാൻ വിഹിതമഖസംഭാരവിഭവാൻ നിരീക്ഷ്യത്വം ശൗരേ മഖവമദമുധ്വം സിതുമനാഃ വിജാനന്നപ്യേതാൻ വിനയമൃദു നന്ദാദിപശുപാനഭൃച്ഛ കോ വായം ജനക ഭവതാമുദ്യമ ഇതി ബഭാഷേ നന്ദസ്ത്വാം സുതനനു വിധേയോ മഖവദോ മഖോ വർഷേ വർഷേ സുഖയതി സവർഷേണ പൃഥിവീം നൃണാം വർഷായത്തം നിഖിലമുപജീവ്യം മഹിതലേ വിശേഷാദസ്മാകം തൃണസലിലജീവ്യാ ഹി പശവ. ഇതി ശ്രുത്വാ വാചം പിതുരയി ഭവാനാഹ സരസം ധിഗേദന്നോ സത്യം മഖവജനിതാ വൃഷ്ടിരിതി യദ് അദൃഷ്ടം ജീവാനാം സൃജതി ഖലു വൃഷ്ടിം സമുചിതാം മഹാരണ്യേ വൃക്ഷാ കിമിവ ബലിമിന്ദ്രായ ദദദേ. ഇദം താവത് സത്യം യദിഹ പശവോ ന കുലധനം തദാ ജീവ്യായാസോ ബലിരജലഭർത്രേ സമുചിതഃ സുരേഭ്യോऽപ്യുത്കൃഷ്ടാ നനു ധരണി ദേവാക്ഷിതിതലേ തതസ്തേऽപ്യാരാധ്യാ ഇതി ജഗദിധത്വം നിജജനാൻ. ഭവദ്വാചം ശ്രുത്വാ ബഹുമതിയുധാസ്തേऽപി പശുപാഃ ദ്വിജേന്ദ്രാനർച്ചന്തോ ബലിമദദുരുച്ചേക്ഷിതി ഭൃദേ വ്യധുപ്രാദക്ഷിണ്യം സുഭൃശമനമന്നാദരയുധാസ്ത്വമാദശൈലാത്മാ ബലിമഖിലമാഭീരപുരദഃ. അവോജശ്ചൈവം താൻ കിമിഹ വിദധം മേ നിഗദിതം ഗിരീന്ദ്രോ നന്വേഷസ്വ ബലിമുപഭുങ്ക്തേ സ്വവപുഷാ അയം ഗോത്രോ ഗോത്രദ്വിഷി ച കുപിതേ രക്ഷിതുമലം സമസ്താനിത്യുക്താ ജഹൃഷുരഖിലാ ഗോകുലജുഷ. പരിപ്രീതായാദാ ഖലു ഭവദുഭേദാ വ്രജജുഷേ വ്രജം യാവത്താവന്നിജമഖവിഭംഗം നിശമയൻ ഭവന്തം ജാനന്നപ്യധികരജസാക്രാന്തഹൃദയോ ന സേഹേ ദേവേന്ദ്രസ്ത്വദുപരജിതാത്മോന്നതിരഭി. മനുഷ്യത്വം യാദോ മധുഭിദഭിദേവേഷ്വവിനയം വിധത്തെ ചേന്നഷ്ടസ്ത്രിദശ സദസാം കോപി മഹിമാ. തതശ്ചധ്വംസിഷ്യേ പശുബഹദഗസ്യ ശ്രിയമിതി പ്രവൃത്തസ്ത്വാം ജേതും സകില മഖവാ ദുർമദനിധി. ത്വദാവാസം ഹന്തും പ്രളയജലദാനംബരഭുവി പ്രഹിണ്വൻ ബിഭ്രാണ കുലിശമയമഭ്രേ ഭഗമന. പ്രദസ്ഥേന്യൈരന്തർദഹനമരുദാദ്യൈർവിഹസിതോ ഭവന്മായാനൈവ ത്രിഭുവനപദേ മോഹയതി കം.
സുരേന്ദ്രക്രുദ്ധശ്ചേത് ദ്വിജകരുണയാ ശൈലകൃപയാപ്യനാദംഗോസ്മാകം നിയത ഇതി വിശ്വാസ്യ പശുപാൻ. അഹോ കിം നായാദോ ഗിരിഭിരിതി സഞ്ചിന്യ നിവസൻ മരുദ്ഗേഹാധീശ പ്രണുതമുരവൈരിൻ മമ ഗദാൻ. മരുദ്ഗേഹാധീശ പ്രണുതമുരവൈരിൻ മമ ഗദാൻ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം വരം ബ്രഹ്മ വാസദാം പുരതോ മമ. ശ്രീഗുരുവായൂരപ്പാ ശരണം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ദശകം 62. ഇന്ദ്രമഖഭംഗം. കദാചിത് ഗോപാലാൻ വിഹിതമഖംഭവാൻ നിരീക്ഷ്യ ത്വം സ്വമദമുദ്ധ്വം സിതുമന വിജാനന്നപ്യേതാൻ വിനയമൃദുനന്ദാദി പശുപാൻ ന പൃച്ഛകോവായ വായം ജനഘ ഭവതാമുദ്യമ ഇതി. ഒരിക്കൽ ഇന്ദ്രയാഗത്തിനു വേണ്ടുന്ന വിഭവങ്ങളെല്ലാം ഒരുക്കുന്ന ഗോപന്മാരെ കണ്ടിട്ട് എല്ലാം അറിയുന്നവനാണെങ്കിലും ശരി ഇന്ദ്രൻ്റെ മതത്തെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ആഗ്രഹം കൊണ്ട് അല്ലയോ ശൗരേ നിന്തിരുവടി അച്ഛാ ഭവാന്മാർ എന്തു ചെയ്യുവാൻ തുടങ്ങുന്നു എന്ന് നന്ദാദികളോട് വിനയാന്വിതനായും മധുരമായും ചോദിച്ചു. ബഭാഷേ നന്ദാസ്ത്വം സുതനനുവിധേയോ മഗവധോ മഘോ വർഷേ വർഷേ സുഗയതി സവർഷേണ പൃഥിവീം നൃണാം വർഷായത്തം നിഖിലമുവ്യം മഹിതലേ വിശേഷാദസ്മാകം തൃണസലിലജീവാഹി പശവാം. മകനെ ആണ്ടുതോറും ഇന്ദ്രന് യാഗം കഴിക്കേണ്ടതുണ്ട്. അദ്ദേഹം മഴ കൊണ്ട് ഭൂമിയെ ആനന്ദിപ്പിക്കുന്നു. മനുഷ്യനു വേണ്ടുന്നതൊക്കെയും മഴയെ ആശ്രയിച്ചാണുണ്ടാകുന്നത്. പശുക്കൾ പുല്ലും വെള്ളവും കൊണ്ട് ജീവിക്കുന്നവയാകയാൽ നമുക്ക് പ്രത്യേകിച്ചും ഇത് അനുഭവപ്പെടുന്നു എന്നിങ്ങനെ പുത്രവത്സലനായ ആ പിതാവ് പറഞ്ഞു. ഇതി ശ്രുത്വാ വാചം പിതുരൈ ഭവാനാഹ സരസം ദിഗേതന്നോ സത്യം മഘവജനിത വൃഷ്ടിരിതിയൽ അദൃഷ്ടം ജീവാനാം സൃജതി ഖലു വൃഷ്ടിം സമുചിതം മഹാരണ്യേ വൃക്ഷ കിമിവ ബലിമിന്ദ്രായ ദദധേ. അച്ഛൻ്റെ വാക്കുകൾ കേട്ടിട്ട് അല്ലയോ ഭഗവാനെ അങ്ങ് ഇപ്രകാരം പറഞ്ഞു. കഷ്ടം, മഴ പെയ്യിക്കുന്നത് ഇന്ദ്രനാണെന്ന് പറയുന്നത് ശരിയല്ല. ജീവകോടികളുടെ സുഹൃതം തന്നെയാണ് മഴ പെയ്യിക്കുന്നത് തീർച്ച. അതിന് ദൃഷ്ടാന്തം എന്തെന്നാൽ മഹാവനങ്ങളിലെ മരങ്ങൾ ഇന്ദ്രനു യാഗം നടത്താറുണ്ടോ? അവയ്ക്കും മഴ കിട്ടുന്നില്ലേ? ഇതം താവൽ സത്യം യദിഹ പശവോ ന കുലധനം തഥാ ജീവ്യായാസോ ബലിരജലവർത്രേ സമുചിത സുരേഭ്യോപ്യുത്കൃഷ്ടാ നനുധരണി ദേവാക്ഷിതിതലേ തദസ്തേപ്യാരാധ്യ ഇതി ജഗതിധാ ത്വം നിജജനാൻ. പശുക്കൾ നമ്മുടെ കുലധനമാണെന്ന് പറഞ്ഞത് ശരിയാണ്. അതുകൊണ്ട് ഈ ബലി ആ പശുക്കൾക്ക് ഉപജീവനത്തിനുള്ള തൃണജലാദികൾ നൽകുന്ന ഗോവർദ്ധന പർവ്വതത്തിന് നൽകുന്നത് ഉചിതമായിരിക്കും. അതുപോലെ ഭൂമിയിൽ ബ്രാഹ്മണരാണല്ലോ ദേവന്മാരെക്കാൾ ശ്രേഷ്ഠന്മാർ, അവരെയും ഇപ്പോൾ പൂജിക്കേണ്ടതാകുന്നു എന്നിങ്ങനെ നിന്തിരുവടി നന്ദഗോപാദികളോട് തുടർന്നു പറഞ്ഞു. ഭവദ്വാജം ശ്രുത്വാ ബഹുമതി യുധാസ്തേഭി വശുവാ ദ്വിജേന്ദ്രാനർച്ഛതോ ബലിമദദുരുച്ഛേക്ഷിതി വൃതേ
വ്യധുപ്രാദക്ഷിണ്യം സുദൃശമനമന്നാദരയുധാ സ്ത്വമാദശൈലാത്മാ ബലിമഖിലമാഭീരപൂരത. അങ്ങയുടെ വാക്കുകളനുസരിച്ച് ആ ഗോപന്മാർ അത്യാദരവോടെ ബ്രാഹ്മണരെ പൂജിച്ചു. ഗോവർദ്ധന പർവ്വതത്തിനു പൂർവാധികം വിശേഷപ്പെട്ട പദാർത്ഥങ്ങളാൽ ഒരു ബലിദാനം ചെയ്തിട്ട് വളരെ ആദരവോടെ പ്രദക്ഷിണം ചെയ്തു നമസ്കരിച്ചു. അവിടുന്ന് ദേവതയുടെ രൂപം കൈക്കൊണ്ടു ഗോവർദ്ധന പർവ്വതമായ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. ഗോപന്മാർ കാൺകെ തന്നെ ആ ബലി സാധനങ്ങളെല്ലാം ഭക്ഷിച്ചു. അവോജശ്ചൈവം താൻ കിമിഹ വിദധം മേ നിഗദിതം ഗിരീന്ദ്രാനന്വേഷ സ്വബലിമുപ ഭുങ്ക്തേ സ്വവപുഷാ അയം ഗോത്രോ ഗോത്രദ്യുഷിജപുവിദേ രക്ഷിതുമലം സമസ്താനിത്യുക്താ ജഹൃഷുരഖില ഗോകുലജുഷാ. നോക്കുക, ഈ പർവ്വതം സ്വരൂപം കൈക്കൊണ്ട് ബലിയെ അനുഭവിക്കുന്നല്ലോ എന്നിങ്ങനെ അങ്ങ് അതേസമയം തന്നെ ഗോപബാലന്മാരുടെ ഇടയിൽ നിന്ന് കൊണ്ടു പറയുകയും ചെയ്തു. ഇനിയിപ്പോൾ ബലി കൊടുക്കാത്തതുകൊണ്ട് ദേവേന്ദ്രൻ കോപിച്ചാലും നമ്മളെയെല്ലാം രക്ഷിക്കുവാൻ ഈ പർവ്വതം മതിയാകും എന്നുള്ള അങ്ങയുടെ വാക്ക് കേട്ട് വ്രജവാസികൾ മുഴുവൻ സന്തോഷിച്ചു. പ്രീതേതാവ്രജുഷോ ജം യാവത്താവന്നിജമഘവിഭഗം നിശമയൻ ഭവന്തം ജാനന്യപ്യതികരജ സംക്രാന്താഹൃദയോ ന സേഹേ ദേവേന്ദ്രസ്തോ പരചിദാത്മാനോന്നതിരഭി. പർവ്വതപൂജ കഴിഞ്ഞ് സംതൃപ്തരായി ഗോകുലവാസികൾ അമ്പാടിയിൽ എത്തിയപ്പോൾ കൃഷ്ണരൂപിയായ നിന്തിരുവടി മഹാവിഷ്ണുവാണെന്നറിയുന്നവനും അങ്ങയാൽ ദത്തമായ ഐന്ദ്രം എന്ന പദവിയോടു കൂടിയവനും ആയിരുന്നിട്ടും തൻ്റെ യാഗം മുടക്കിയതറിഞ്ഞ് രജോ ഗുണത്തിൻ്റെ ആധിക്യത്താൽ ദേവേന്ദ്രൻ അഹങ്കാരിയായി അസഹിഷ്ണുവായി തീർന്നു. മനുഷ്യത്വം യാദോ മധുബിദഭിദേവേഷ്വവിനയം വിദത്തേ ചേന്നഷ്ടസ്ത്രിദശ സദസാം കോപി മഹിമ തതശ്ച ശിഷ്യേ പഹതകസ്യ ശ്രിയമിതി പ്രവൃത്തസ്ത്വാം ജേതും സകിലമഘവാ ദുർമദനിധി. മനുഷ്യജന്മമെടുത്ത ഇവർ സാക്ഷാൽ മഹാവിഷ്ണു ആണെങ്കിൽ പോലും ദേവന്മാരോട് അവിനയം കാണിച്ചാൽ ദേവസമൂഹത്തിൻ്റെ മാഹാത്മ്യത്തിനു ഹാനിയാകുന്നു. ഈ ഗോപാലാദമൻ്റെ എല്ലാ സമ്പത്തുകളെയും ഞാൻ മുടിക്കുന്നുണ്ട് എന്നിങ്ങനെ ചിന്തിച്ചുറച്ച് ആ ദുർമദാന്തനായ ദേവേന്ദ്രൻ നിന്തിരുവടിയോട് എതിർക്കാൻ ഉദ്യമിച്ചു. തുദ്വാസം ഹന്തും പ്രളയജലദാനം ഭരഭുവി പ്രഹിണ്വൻ വിഭ്രാണ കുലിശമയമഭ്രേ ഭഗമന പ്രതിസ്ഥേന്യൈരാന്തർദഹനമരുധാധ്യേർ വിഹസിതോ ഭവന്മായ നൈവ ത്രിഭുവനപദേ മോഹയതീകം. ഭഗവാന്റെ ആവാസസ്ഥാനമായ ഗോകുലത്തെ നശിപ്പിക്കുവാനായി പ്രളയമേഘങ്ങളെ ആകാശമാർഗത്തിൽ അഴിച്ചുവിട്ടുകൊണ്ട് വജ്രായുധം കയ്യിലെടുത്തുകൊണ്ട് ഐരാവതത്തിൻ്റെ മുകളിലേറി അഗ്നിവായു മുതലായ മറ്റു ദിക്പാലകന്മാർ പരിഹസിക്കുമാറ് ഇന്ദ്രൻ പുറപ്പെട്ടു. അല്ലയോ മൂവുലകിനും ഏകനാഥനായുള്ള ശ്രീ ഗുരുവായൂരപ്പ, അങ്ങയുടെ മായ സകലരെയും മോഹിപ്പിക്കുന്നു. സുരേന്ദ്രക്രുദ്ധാശ്ചേദിജകരുണയാ ശൈലകൃപയാ പ്യനാദം കോസ്മാഹം നിയത ഇതി വിശ്വാസ്യ പശുപാൻ. അഹോ കിം നായാദോ ഗിരിഭി ദിതി സഞ്ചിന്യ നിവസൻ മരുദ്ഗേഹാദേശ പ്രണുത മുരവൈരിൻ മമ ഗതാൻ. ദേവേന്ദ്രൻ യാഗവിഘ്നം കൊണ്ടും കോപിച്ചാൽ പോലും ബ്രാഹ്മണാനുഗ്രഹം കൊണ്ടും ഗോവർദ്ധന പർവ്വതത്തിൻ്റെ കൃപ കൊണ്ടും നമുക്ക് യാതൊരു ഭയവും വേണ്ട എന്ന് ഗോകുലവാസികളെ പറഞ്ഞു വിശ്വസിപ്പിച്ചിട്ട്
ഇന്ദ്രൻ ഇനിയും വന്നെത്തിയില്ലല്ലോ. ഇതെന്തൊരതിശയം എന്ന് വിചാരിച്ച് ഇന്ദ്രനെ പ്രതീക്ഷിച്ചിരിക്കുന്ന മുരാന്തകനായ ശ്രീ ഗുരുവായൂരപ്പ, എൻ്റെ രോഗസമൂഹങ്ങളെ നശിപ്പിക്കണമേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.